ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഉണക്ക തേങ്ങ ഉണ്ടല്ലോ, കൊപ്ര, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വറുത്തരച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിക്കും അതുപോലെ മുട്ടക്കറിക്കൊക്കെ. വേഗം തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കായമുളകും കൂടി ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ചിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്, കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ചട്ടി ഗ്യാസ് ഒന്ന് ഓഫാക്കാം. അപ്പോൾ ഇത് ചട്ടിയിലിരുന്നിട്ട് കൂടി ഒന്ന് ആയിക്കൊള്ളും. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് നമ്മൾ ചട്ടിയിലിരുന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള തയ്യാറെടുപ്പ് നടത്താം. ചോപ്പറിലേക്ക് 2 സവാള ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുത്ത് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ച് ഇതൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, സവാള ഒന്ന് നന്നായി കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ്, ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം തക്കാളിയും അതേപോലെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ മസാല വറുക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക, ചൂടാക്കി എടുക്കാം. പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഞാൻ ഓയിൽ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ അധികം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച മുട്ട ഇതേപോലെ ഒന്ന് നൈഫ് വെച്ചൊന്ന് കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മസാലയൊക്കെ ഉള്ളിലോളം പിടിച്ച് വരും. അപ്പോൾ എല്ലാ മുട്ടയും ഇതേപോലെ കട്ട്സ് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാല ഇതിലിട്ടതിന് ശേഷം നന്നായൊന്ന് വഴറ്റിയെടുക്കാം. മുട്ട ആദ്യം വഴറ്റിയിട്ടും ചേർത്ത് കൊടുക്കാം, അങ്ങനെ ചേർക്കുന്നവരും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലിട്ട് നന്നായൊന്ന് മസാല ഇട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മസാലയൊക്കെ നന്നായി പേസ്റ്റാക്കി എടുത്ത് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയിൽ നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നന്നായി മല്ലിയില ചേർത്ത് കൊടുക്കാം.
പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായി ബാലൻസ് ആയിക്കോളും. ലാസ്റ്റ് കുറേ അധികം മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി നമ്മളെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.